പാറശാല പരശുവയ്ക്കലിൽ ക്ഷേത്രങ്ങൾ കുത്തി തുറന്ന മോഷണം നടന്നു. സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പരശുവയ്ക്കൽ കോട്ടയ്ക്കം ഭാഗത്ത് മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് മോഷണം പോയി, വീണ്ടും മോഷണം പോയിരിക്കുകയാണ്. ഈ ഭാഗം മുഴുവൻ വ്യാപകമായ മോഷണമാണ്. വീടുകൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വീടുകൾ 2-3 വീട് കുത്തിപ്പൊളിച്ച് കയറി മോഷണ ശ്രമം നടത്തി. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ശിവൻകോവിലിൽ കയറി അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണവും ഈശയൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ വ്യാപകമായ മോഷണം ഈ പരശുവയ്ക്കൽ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരശുവയ്ക്കൽ മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രത്തിലും സമീപത്തെ കോട്ടയ്ക്കകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ ഉൾപ്പെടെ കുത്തിത്തുറന്നുകൊണ്ടാണ് മോഷണം നടന്നിരിക്കുന്നത്. മല്ലികശ്ശേരി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് ഉത്സവത്തിന് സമാഹരിച്ചിരുന്ന മുഴുവൻ കാണിക്കയും മോഷ്ടാവ് കവർന്നതായും പറയുന്നു. ഇവിടെ 3 മാസത്തിനിടയിൽ 2ാമത്തെ തവണയാണ് മോഷണം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ രാവിലെ ഞാൻ വന്നപ്പോൾ എല്ലാം കുത്തി തുറന്ന് കുറേ ഉരുപ്പടികളും കുറേ രൂപകളും മോഷണം പോയി. അത് നമ്മൾ പോലീസിലൂടെ അറിയിക്കുകയും ചെയ്തു. പോലീസ് വന്ന് എൻക്വയറി നടത്തുകയും ചെയ്തു. അതേപോലെ തന്നെ സമീപത്തൊരു യക്ഷിയമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെയും വന്ന് ഇതേപോലെ കാണിക്കവഞ്ചെല്ലാം കുത്തി പൊട്ടിച്ച് അവിടെ ഓഫീസിലിരുന്ന പൈസകളൊക്കെ എടുത്തിട്ട് പോയി. ഞങ്ങളെ ഈ ക്ഷേത്രത്തിലും ഒരു ഡോറിനെ അടിച്ച് പൊട്ടിച്ച് 2 ലോക്ക്, ഓഫീസ്, തിടപ്പള്ളി എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടാണ് അവർ പോയത്. യക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഉത്സവത്തിന് ശേഷം നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് നോക്കിയപ്പം കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് ഉള്ള പൈസയെല്ലാം കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ ചുറ്റുപാടും മോഷണമാണ്. ഇതിന് മുമ്പും ഒരു ദിവസം ഇതേപോലെ കാണിക്കവഞ്ചി പൊട്ടിച്ചുകൊണ്ട് പോയി. ഇതിൻ്റെ മുകളിലുള്ള ക്ഷേത്രത്തിലും മോഷണം നടന്നിട്ടുണ്ട്. മഹാദേവ ക്ഷേത്രത്തിലെ സ്റ്റോർ ഉൾപ്പെടെ തകർത്ത മോഷ്ടാവ് സ്വർണവും പണവും അപഹരിച്ചു. സമീപത്തെ വീടുകളിൽ മോഷണ ശ്രമം നടന്നതായും പറയുന്നുണ്ട്. പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം മോഷ്ടാവ് ബൈക്കിൽ കടന്നു പോകുന്നു എന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, പാറശാല.